ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ ബേസിക് ആയിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ടിപ്പുകൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓട്ടോ മാഗസിൻ എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളിലേക്ക് വരാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 4 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ 6 നേരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ. നമ്മൾ എത്രത്തോളം വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ വാഹനങ്ങളുടെ ആയുസ്സും വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ഈ വളരെ ബേസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടിപ്പുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് നമ്മളുടെ വണ്ടി എങ്ങനെ നോക്കാം, എങ്ങനെ പരിപാലിക്കാം എന്നതാണ്. അപ്പോൾ ഇങ്ങനെ പരിപാലിക്കുന്നതിന് കൊണ്ട് നമ്മളുടെ വണ്ടിയുടെ ലൈഫ്, കംഫർട്ട്, അതുപോലെ തന്നെ മൈലേജ്, പവർ ഇതെല്ലാം നമുക്ക് മാന്യമായ രീതിയിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ഒരുപാട് ദീർഘ ആയുസ് നമുക്ക് കിട്ടും. വർഷങ്ങളോളം നമ്മളുടെ വണ്ടി നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് ഞാൻ അധികം വലിച്ചു തരുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എഞ്ചിനുള്ള വാഹനങ്ങൾ, എഞ്ചിനുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ എഞ്ചിനുള്ള വാഹനങ്ങളുടെ പ്രധാനമായി വണ്ടിയെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ഒന്നെന്ന് പറയുന്നത് വാഹനങ്ങളുടെ എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ കറക്റ്റ് ഇൻ്റർവെൽസിൽ നമ്മൾ മാറുക. അതുപോലെ തന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഏത് ഓയിൽ ഗ്രേഡാണോ അത് തന്നെ വാഹനങ്ങളിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഓയിൽ മാറുന്ന സമയത്ത് ഓയിലിൻ്റെ ഫിൽറ്റർ കൂടി മാറുക. കാരണം ആ ഒരു ഫിൽറ്റർ മാറിയാൽ മാത്രമാണ് ഓയിൽ നല്ലതുപോലെ പ്രവർത്തനമാകുന്നത്. അപ്പോൾ ഓയിലിൻ്റെ കാര്യത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഓയിൽ നമ്മുടെ മാർക്കറ്റിലുണ്ട്. മിനറൽ ഓയിലുണ്ട്, അതുപോലെ തന്നെ സെമി സിന്തറ്റിക് ഓയിൽ. അപ്പോൾ മിനറൽ ഓയിൽ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഓയിലാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സെമി സിന്തറ്റിക്, അത് കഴിഞ്ഞിട്ടാണ് സിന്തറ്റിക് ഒക്കെ വരുന്നത്. അപ്പോൾ സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാൻ ഈ ഒരു വണ്ടിയിൽ സിന്തറ്റിക് ഓയിലാണ് ഫുൾ ടൈം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് എനിക്ക് വണ്ടിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് വലിയ കാര്യമെന്ന് പറയുന്നില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പവറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ നമ്മൾ മാറുന്നത് പോലെ തന്നെ ഓയിൽ എപ്പോഴും ചെക്ക് ചെയ്യുക. അതായത് ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോൾ തന്നെ നിങ്ങൾ വാഹനത്തിൻ്റെ ആ ഓയിലിൻ്റെ ഡിപ്പ് സ്റ്റിക്ക് പൊക്കി നോക്കണം. എന്നിട്ട് എത്രത്തോളം ഓയിലുണ്ടോ, ഓയിൽ ഒരുപാട് കൂടാനും പാടില്ല, അതുപോലെ തന്നെ കുറയാനും പാടില്ല. അത് വാഹനത്തിൻ്റെ എഞ്ചിന് വളരെ ദോഷം ചെയ്യും. അപ്പോൾ ഓയിൽ കറക്റ്റായിട്ട് നോക്കുക. ഞാൻ ഈ ഒരു വണ്ടിയിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ ഞാനൊരു 3-4 ബ്രാൻഡ് മാറി യൂസ് ചെയ്തു. ഫസ്റ്റ് മോട്ട്യൂളിൽ യൂസ് ചെയ്തു, അതിന് കാസ്ട്രോളിൽ യൂസ് ചെയ്തു. ഇപ്പോൾ ഞാൻ ലിക്വിമോളിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് മോട്ട്യൂളിൽ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു വെച്ചാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം മികച്ച രീതിയിലായിരുന്നു ആ ഒരു ഓയിൽ എനിക്ക് ഈ ഒരു വണ്ടിക്ക് പ്രകടനമെല്ലാം കാഴ്ചവെച്ചത്. അതിനുശേഷം ഞാൻ കാസ്ട്രോളിലേക്ക് മാറിയ ശേഷം വണ്ടിയുടെ ഹീറ്റിംഗ് ഇഷ്യൂ അല്പം കുറഞ്ഞായിട്ട് എനിക്ക് തോന്നി. അത് എനിക്ക് ബേസിക്കലി എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ കുറഞ്ഞു. പക്ഷേ ഞാൻ ആ ഒരു ഓയിൽ ഇതെനിക്ക് കിട്ടിയൊരു പണിയും കൂടി ഞാൻ പറയാം. ഈ ഒരു വണ്ടിയിൽ ഞാനിതുവരെ ഓയിൽ മാറ്റിയിട്ട് ഓയിൽ ഞാൻ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. ചെക്ക് ചെയ്യാത്തതിനാൽ തന്നെ എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ വറ്റിപ്പോയിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ടൈമിൽ വണ്ടിയുടെ ഓയിൽ എപ്പോഴും ചെക്ക് ചെയ്യാറില്ലായിരുന്നു. പിന്നെ എനിക്ക് റഫ് യൂസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓയിലൊന്നും നോക്കാണ്ടിരുന്നിട്ട് ഓയിൽ ശരിക്കും നല്ല എഞ്ചിൻ പിടിച്ച് വണ്ടി നിന്നു, ഓയിൽ വറ്റിപ്പോയിട്ട്. പിന്നെ വണ്ടിയുടെ സിലിണ്ടറൊക്കെ ബോർ ചെയ്യേണ്ടി വന്നു. അതെനിക്കൊരു നല്ലൊരു പണിയായിട്ട് വന്നു. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു 1000 കിലോമീറ്റർ കൂടുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും വാഹനത്തിൻ്റെ ഓയിൽ വാഹനത്തിലുണ്ടോ എന്ന് എപ്പോഴും തുറന്ന് നോക്കുക. എന്നിട്ട് കറക്റ്റ് അളവാണോ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 3000-4000 കിലോമീറ്റർ ചില വണ്ടിക്ക് പല ടൈപ്പായിരിക്കും പറയുന്നത്. ആ അനുസരിച്ച് വണ്ടിയുടെ മാനുവൽ ബുക്കിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ഓയിലും കാര്യങ്ങളെല്ലാം മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ ക്ലീൻ ആക്കി വെക്കുക. അതുപോലെ വളരെ മോശമാണെങ്കിൽ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഈ ഒരു യൂണിക്കോൻ്റെ കാര്യത്തിലൂടെ വരാം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു യൂണിക്കോൺ ആയതുകൊണ്ട് ഞാനൊരു ബേസിക്കായിട്ട് പറയുകയാണ്. ഈ യൂണിക്കോൺ പോലെയുള്ള വാഹനങ്ങളിൽ മിസ്സിങ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ മിസ്സിങ്ങിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കാർബറേറ്റർ ആയിരിക്കും. കാർബറേറ്ററിൻ്റെ അകത്തുള്ള വാക്വം പിസ്റ്റൺ, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, ഈ 3 സാധനങ്ങളായിരിക്കും ഈ ഒരു വണ്ടിക്ക് എപ്പോഴും പണി കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത്. ഇത് 3 എപ്പോഴും ചെക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു മിസ്സിങ് പോകത്തുള്ളൂ. അപ്പോൾ ഇത് 3 ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ കാർബറേറ്റർ എപ്പോഴും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഈ വണ്ടിയുടെ പെട്രോളിൻ്റെ അകത്തുണ്ട് അതിന് തുരുമ്പോ അതുപോലെ വെള്ളം എന്തെങ്കിലുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാർബറേറ്ററിൽ വളരെ മിസ്സിങ് എല്ലാം കാണിക്കും. അതൊരു വിഷയമാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഒരു വണ്ടിയുടെ ഏറ്റവും പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടയറായിരിക്കും. ടയർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എഞ്ചിനില്ലെന്ന് വെച്ചോ, വണ്ടിക്ക് എഞ്ചിനില്ലാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഈ എഞ്ചിനില്ലാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് തള്ളി നീക്കാനായിട്ട് ടയർ എന്ന് പറഞ്ഞ സാധനം വണ്ടിക്ക് വേണം. അതുപോലെ തന്നെയാണ് ടയറിൻ്റെ പ്രഷറിൻ്റെ കാര്യത്തിൽ, അതിനകത്ത് എയർ നിറക്കുന്ന കാര്യത്തിൽ എയർ കറക്റ്റായിട്ട് നിറക്കുക. കാരണം നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളാണ്. വണ്ടിയുടെ വെയിറ്റും അതുപോലെ തന്നെ നമ്മളുടെ വെയിറ്റ് എല്ലാം കൂടി കൊണ്ടുവന്നത് ഈ ഒരു ടയറാണ്. അപ്പോൾ ടയറിൽ കറക്റ്റായിട്ട് ആ ഒരു എയറും കാര്യങ്ങളും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അത് ടയർ തേയ്മാനം കൂടാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടയറിലെ എയർ എപ്പോഴും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. എയർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് എപ്പോഴും നിങ്ങൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുക, എയർ ഫില്ല് ചെയ്യുക. എയർക്കൊന്ന് ഫ്രീ ആണ്. അതിപ്പോൾ വളരെ ബേസിക്കായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് ഈ എയർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ വാഹനങ്ങളുടെ ചെയിനും സ്പ്രോക്കറ്റും എന്ന് പറയുമ്പോൾ ചെയിനും സ്പ്രോക്കറ്റും എപ്പോഴും ഒരു 300 കിലോമീറ്റർ കൂടുമ്പോൾ ചെയിൻ്റെ കാര്യം നോക്കുക. ഇപ്പോൾ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഇതിൽ ചെയിൻ കവറുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നമുക്ക് ചെയിൻ്റെ അഴുക്ക് വരുന്നത് കുറവാണ്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ലൂബ് ചെയ്യുന്നത് അധികം നമുക്ക് വലിയ ചിലവില്ലാത്ത കേസാണ്. കാരണം അഴുക്കധികം വരുന്നില്ലല്ലോ. പക്ഷേ ഈ വണ്ടിയിൽ ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് ചെയിൻ ലൂബുകളാണ്.
അപ്പോൾ ചെയിൻ ട്യൂബ് ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. സാധാ ഒരു എന്താ പറയുക, ഈ വണ്ടിക്ക് സാധാ ഒരു ഗിയർ ഓയിലൊക്കെ വെച്ചാൽ മതി. അത് ഈ വണ്ടിക്ക് നല്ല മിക്ക ചെയിൻ ട്യൂബിനും ഗിയർ ഓയിലൊക്കെ ആയിരിക്കും വളരെ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വണ്ടിയിൽ നമ്മുടെ ഹൈനസിന് യൂസ് ചെയ്യുന്ന ആ ഒരു ചെയിൻ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 400 കിലോമീറ്റർ വരെ എനിക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ ഈ സാധനം ഡ്രൈനായി പോകുന്നുണ്ട്, പറ്റി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൂബിങ്ങിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഓയിലാണെങ്കിൽ അത്ര നല്ലതാണ്. അപ്പോൾ ഞാനത് എപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെയിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ലൈഫ് കിട്ടുന്നതാണ്. ഇപ്പം നമ്മളുടെ ഹൈനസിൻ്റെ ഏകദേശം 30,000 കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുണ്ട്. ഇതുവരെ ഒരു തവണ പോലും നമുക്ക് അതിൻ്റെ ചെയിനും സ്പ്രോക്കറ്റും മാറേണ്ടി വന്നിട്ടില്ല. നമ്മൾ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെയിനും സ്പ്രോക്കറ്റും പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ ചെയിൻ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാനും പാടില്ല. ലൂസ് ആണെങ്കിലും അതും ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ എഞ്ചിനും ഗിയർ ബോക്സിനും പണി വരുന്നതാണ്. ചെയിൻ ലൂസ് ആവുന്നതോ ടൈറ്റ് ആവുന്നതായുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ അത് നോക്കുക, ചെയിൻ ഒരു പ്രധാന കാരണം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നത് ക്ലച്ചാണ്, തെറ്റിദ്ധരിക്കരുത്. ഇതെൻ്റെ വണ്ടിയുടെ ബ്രേക്കാണ്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ബ്രേക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് ആവട്ടെ, ഡ്രം ബ്രേക്ക് ആവട്ടെ, ബ്രേക്കിൻ്റെ പാഡുകളും അതുപോലെ തന്നെ ബ്രേക്ക് ഷൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയെ നമുക്ക് നിർത്താനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രേക്ക് തന്നെയാണ്. ബ്രേക്ക് ആണെങ്കിലും വണ്ടി നിൽക്കുള്ളൂ, ബ്രേക്ക് പിടിച്ചാലേ നിൽക്കുള്ളൂ. അത് നമ്മുടെ വായാണെങ്കിൽ പോലും ബ്രേക്കപ്പ് എന്ന് പറയില്ലേ, ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് വണ്ടിയുടെ ബ്രേക്കിൻ്റെ കാര്യത്തിൽ. ബ്രേക്ക് എപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഫ്ലൂയിഡിൻ്റെ കേസിൽ ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും അതിൻ്റെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട്, അതായത് വണ്ടി നിർത്തിയിടാന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി കുറേ നാളത്തേക്ക് ഉപയോഗിക്കുന്നില്ല, ഒരു 2 വർഷത്തോളം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 2 വർഷം കഴിയുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫ്ലൂയിഡ് എപ്പോഴും ചെക്ക് ചെയ്യുക, അതുപോലെ മാറ്റി കൊടുക്കുക, അതിൻ്റെ ലെവൽ നോക്കുക, സാധനം അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കുക, സാധനം ഉണ്ടെങ്കിൽ അത് വെക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു മെക്കാനിക്കിനെ കാണിച്ച് മാറുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് മാറാവുന്ന കേസുള്ളൂ. അപ്പോൾ ബ്രേക്കിൻ്റെ കാര്യത്തിൽ അതാണ്. അതുപോലെ ബ്രേക്ക് ഷൂ കാര്യങ്ങളിൽ ബാക്കിൽ ഡ്രം ബ്രേക്ക് വരുന്ന വാഹനമാണെങ്കിൽ നിങ്ങൾ ലൂസാക്കിയാണ് ടൈറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കാര്യം അങ്ങനെ നോക്കാം. ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ ലൂബ്രിക്കേഷനാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ ലൂബ്രിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ആയുസ് വളരെയധികം കൂടാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ ദ്രവിച്ച് പൊട്ടുന്നതും അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അധികം പൊട്ടത്തൊന്നുമില്ല. പിന്നെ അതുപോലെ ലൂബ്രിക്കേഷൻ ചെയ്താൽ അത്ര നല്ലതാണ്. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യങ്ങൾ നോക്കുക. സ്പാർക്ക് പ്ലഗ് കറക്റ്റായിട്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗ് ചില സമയത്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ചില സമയത്ത് നമുക്ക് ഒരു സാൻഡ് പേപ്പറൊക്കെ കുറച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നോക്കുക, സ്പാർക്ക് പ്ലഗും അതുപോലെ തന്നെ മിക്കപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകാനുള്ള മെയിൻ സംഗതികളൊക്കെ ഒന്നാണ് സ്പാർക്ക് പ്ലഗ്, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ മിക്കപ്പോഴും നമ്മളുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, നമ്മൾ കുറേ ഉപയോഗിച്ചതിന് ശേഷം നെറ്റ് ബോൾട്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ലൂസായിട്ടുണ്ടോ നോക്കുക. അതൊക്കെ ലൂസായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വളരെ ബേസിക്കായിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ വണ്ടിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. മൈലേജും കാര്യങ്ങളല്ല, വണ്ടി പ്രോപ്പറായിട്ട് കിട്ടും. ഇനി മൈലേജ് കിട്ടാനുള്ളൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ എന്താ പറയുക, ഈ വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിച്ചിട്ട് ഗിയർ കറക്റ്റായിട്ട് മാറത്തില്ല. ഒരു ഗിയർ തന്നെ ഇട്ടിട്ട് ഭയങ്കര മാക്സിമം ഓടിക്കും. അത് നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിനും അതുപോലെ തന്നെ ഫ്യൂവൽ നന്നായിട്ട് രീതിയിൽ കത്തിപ്പോവും. ചില ആൾക്കാരുണ്ട് വളരെ ടോപ്പ് ഗിയർ ഇട്ട് വളരെ പതുക്കി പോകും മൈലേജ് കിട്ടാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് ഒരു തെങ്ങും കിട്ടാൻ പോകുന്നില്ല, മൈലേജ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് കറക്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുക, കറക്റ്റായിട്ട് ഗിയർ കറക്റ്റ് ടൈമിൽ മാറി ഓടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഒരു 40 to 60 പിടിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ പോലും അത്യാവശ്യം തെറ്റില്ലാത്തൊരു മൈലേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ടോപ്പ് ഗിയറിൽ. അതായത് വണ്ടി നോക്കിംഗ് ഒന്നും കൂടാതെ ഓടിക്കുക. ചിലവർ ആണെങ്കിൽ ഒരു 5th ഗിയർ ഇട്ടിട്ട് ഒരു 40 പിടിച്ച് ഓടിക്കുക. ചിലപ്പോൾ ചില വണ്ടികളിൽ ഭയങ്കര ഒരു മിസ്സിംഗ് പോലെ കാണിക്കും. അങ്ങനെ ഓടിക്കരുത്. ആ വണ്ടിയുടെ ഏതാണോ ആ വണ്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ഓടിക്കുക. അപ്പോൾ അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു മൈലേജും കാര്യങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് ലൈറ്റുകളുടെ കാര്യങ്ങൾ തന്നെ വരാം. ലൈറ്റുകൾ നമുക്ക് ചിലരൊക്കെ ലൈറ്റൊന്നും ഇല്ലാണ്ട് ഓടിച്ച് നടക്കുന്നുണ്ട്. ലൈറ്റ് ഇല്ലാണ്ട് ഓടിച്ച് നടക്കുന്നതിൻ്റെ പ്രധാന ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാന്ന് വെച്ചാൽ ലൈറ്റ് വയറുകൾ കാര്യങ്ങളൊക്കെ പ്രശ്നം വരുന്നത്. അതായത് ഇപ്പോൾ ഒരു മഴ സമയത്താണെന്ന് വെച്ചു, മഴ സമയത്ത് നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പുറകിൽ വരുന്ന ആൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ലൈറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് നിങ്ങളുടെ വണ്ടി കാണാത്ത സമയത്ത് ചിലപ്പോൾ ആക്സിഡൻറ്റുകൾ കൂടുതലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകുന്നില്ല, അവരത് കാണാതെ കൊണ്ട് നിങ്ങൾ വന്ന് ഇടിക്കുകയും ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഈ ഇലക്ട്രിക്കൽ സൈഡിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ കത്തുന്നുണ്ടോ, അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെ പക്കായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നിങ്ങൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു വണ്ടി വാം ആവാൻ വേണ്ടി ആ ഒരു കോൾഡ് സ്റ്റാർട്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾ മാക്സിമം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നിൽക്കരുത്. വണ്ടി ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. പിന്നെ പരമാവധി കിക്കറുള്ള വാഹനങ്ങളാണെങ്കിൽ മാക്സിമം കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ വാഹനങ്ങളുടെ ബാറ്ററിയുടെ ആയുസ് കൂടാനും ചാൻസ് കൂടുതലാണ്. ബാറ്ററിയുടെ ആയുസ് കൂടും, ബാറ്ററിയുടെ ആയുസ് കൂടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ വണ്ടി ആ ഒരു സമയം എഞ്ചിനൊന്നും മൊത്തത്തിലൊന്ന് ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ടൈം 1 മിനിറ്റോളം നിങ്ങൾ കൊടുക്കുക. അല്ലാണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കരുത്. അത് നിങ്ങളുടെ വണ്ടിക്ക് സ്ഥിരമായിട്ട് ചെയ്തതിന് വണ്ടിക്ക് വലിയൊരു പണി കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് 1-2 തവണയൊന്നും ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ വരുന്നതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ECU ഒക്കെ ഉള്ള മോഡൽ വാഹനങ്ങളാണെങ്കിൽ
ECU ഒക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ സർവീസിലേക്ക് കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. വണ്ടിയുടെ വാർണിംഗ് ലൈറ്റ്സ് വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ECU ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വണ്ടി ലിക്വിഡ് കൂൾഡ് വണ്ടിയാണെങ്കിൽ ആ ഒരു കൂളൻറ്റിൻ്റെ കാര്യങ്ങളും കൂടി നോക്കുക. ആ ഒരു കൂളൻ്റ് നല്ലതാണ്. അതായത് ചില കൂളൻ്റൊക്കെ അഴുക്കൊക്കെ കയറി നശിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതങ്ങനെ എപ്പോഴും എല്ലാവർക്കും പണിയായിട്ടും കിട്ടിയിട്ടില്ല. കൂളൻറ്റിൻ്റെ ലെവൽ നോക്കുക, എപ്പോഴും മിനിമം ആണോ സംഗതിയൊക്കെ നോക്കുക. ആ ലെവൽ നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് അതും പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനങ്ങൾ ബേസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങളുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ച് നടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.